ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശാലോം ടി വിയിലൂടെ അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്ന മാസവണക്കം എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ്. ക്രിസ്തുമസിൻ്റെ നല്ല ഓർമ്മകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. യേശുവിൻ്റെ ജന്മത്തിരുനാളിന് വേണ്ടി പ്രാർത്ഥിച്ചും ധ്യാനിച്ചും നോമ്പെടുത്തുമൊക്കെ ജീവിതത്തെ കർത്താവിനോട് ചേർത്ത് പിടിച്ച് നടക്കുന്ന പുണ്യ ദിനങ്ങളാണല്ലോ ഇത്. പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ നല്ല ഓർമ്മ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മാസത്തിൽ ഡിസംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. അമലോത്ഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജന്മപാപമില്ലാതെ ഒരു മനുഷ്യൻ ജനിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയെ ജന്മപാപമില്ലാത്തവളാക്കി സ്വർഗം പ്രത്യേകമായി തെരഞ്ഞെടുത്തു. എന്തിനായിരിക്കാം ഈ തെരഞ്ഞെടുപ്പ്? ഒരു ചോദ്യം അതാണ്. മറ്റൊരു ചോദ്യം, എന്താണ് ജന്മപാപമെന്ന് പറഞ്ഞാൽ? വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവിൻ്റെ പ്രത്യേകമായ കൃപയാൽ ഈ ഭൂമിയിൽ പിറന്നവളാണ് പരിശുദ്ധ മറിയം. കൃപ നിറഞ്ഞവളാണ്. കൃപയ്ക്ക് യാതൊരു തടസ്സവും ഇല്ലാത്തവളാണ്. കൃപയുടെ പൂർണ്ണതയാണ് മറിയം. അങ്ങനെയെങ്കിൽ ഞാനും മറിയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്കറിയാം, ആദ്യ മാതാപിതാക്കളുടെ പാപം നിമിത്തം സ്വന്തമായി വെറുതെ ദാനമായി ലഭിച്ചുകൊണ്ടിരുന്ന കൃപ പിന്നീട് ദൈവം പറയുന്നുണ്ട്, ഇനി നീ അധ്വാനിച്ച് നേടിയെടുക്കണം. സ്വതന്ത്രമായി ലഭിച്ചുകൊണ്ടിരുന്ന കൃപയെ അധ്വാനിച്ച് നേടിയെടുക്കുന്ന ഒരു കൃപയാക്കി ആദ്യ മാതാപിതാക്കളുടെ പാപം ഈ ഭൂമിയിൽ അങ്ങനെ മാറ്റം വരുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അധ്വാനിച്ച് നേടിയെടുക്കാതെ ജന്മന ഒരു വ്യക്തിക്ക് ദൈവകൃപ ലഭിക്കുക, അതാണ് കൃപയുടെ പൂർണ്ണതയായിരുന്നു മറിയം. വിശുദ്ധ ഗ്രന്ഥം പറയാണ്, കൃപയുടെ പൂർണ്ണതയായിരുന്നു മറിയം. ഇത് ഏതെങ്കിലും ഒരു പാപ അവസ്ഥയല്ല. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു കുഞ്ഞ് പാപിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. കാരണം എന്താണ്? അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന, ഏറ്റവും മനോഹരമായിരിക്കുന്ന, യാതൊരു പാപ സാഹചര്യങ്ങളുമില്ലാത്ത ഒരു മനോഹരമായ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിന് എങ്ങനെയാണ് പാപം ഉണ്ടാകുക? ആ കുഞ്ഞിന് എന്തുകൊണ്ടാണ് ദൈവം കൃപ കൊടുക്കാതെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുക? അത് ഉൽപ്പത്തി പുസ്തകം നമ്മൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ, പാപത്തിൻ്റെ മാലിന്യം ഏറ്റെടുത്ത ആദ്യ മാതാപിതാക്കളോട് ദൈവം അരുളി ചെയ്ത വാക്കാണ്, ഇനിമേൽ നീ അധ്വാനിച്ച് കൃപ നേടിയെടുക്കണം. ഇതൊരു പാപാവസ്ഥയല്ല, കൃപ തടസ്സമായി നിൽക്കുന്ന ജീവിതത്തിൻ്റെ ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഈ കുഞ്ഞിന് വേണ്ടി വാഗ്ദാനം നടത്തുകയാണ്. എന്താണ്? ഈ കുഞ്ഞിനെ കൃപയിൽ വളർത്താൻ ഞങ്ങൾ സഹായിച്ചു കൊള്ളാം. പിന്നീട് വിശുദ്ധ കുമ്പസാരത്തിലൂടെയും ആദ്യ കുർബാനയിലൂടെയും വീണ്ടും സ്വന്തം സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മൾ പറയുകയാണ്, ഞാൻ ഇനി ഈ കൃപയിൽ ജീവിച്ചു കൊള്ളാം, അധ്വാനിച്ച് ഞാൻ നേടിയെടുത്തുകൊള്ളാം. അതുകൊണ്ടാണ് വിശുദ്ധ കുമ്പസാരമൊക്കെ നമുക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടത്. എന്തിനു വേണ്ടിയാണ്? ഈ അധ്വാനിച്ചുള്ള നേട്ടമാണ്. നമ്മൾ ചോദിക്കാറില്ലേ, പല മക്കളും ചോദിക്കാറുണ്ട്, അച്ഛാ നേരിട്ട് ദൈവത്തോട് പറഞ്ഞാൽ പോരെ? അത് പറ്റില്ല. നേരിട്ട് പറഞ്ഞ് അങ്ങനെ നമുക്കൊരു കൃപ മേടിച്ചെടുക്കാനായിട്ട് പറ്റില്ല. മറിച്ച് കൂദാശകളിലൂടെ മാത്രമേ ഈ കൃപ പിന്നീട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഈശോ പത്രോസിനോട് പറയുന്നുണ്ട്, പത്രോസേ, നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുകയാണ്. നീ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നവ സ്വർഗത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. അങ്ങനെ പത്രോസിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് പൗരോഹിത്യം എന്ന് നമുക്കറിയാം. ആ പൗരോഹിത്യത്തിലൂടെ മാത്രമേ സ്വർഗത്തിൻ്റെ കൃപ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അധ്വാനിച്ച് നേടിയെടുക്കണം. ഇനി ഞാനും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള വ്യത്യാസം, അമ്മ ജന്മനാൽ ഈ കൃപയുടെ നിറകുടമായിരുന്നു. അവൾക്ക് പാപത്തിൻ്റെ മാലിന്യങ്ങൾ ഏൽക്കാതെയാണ് അവൾ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അവൾക്ക് തടസ്സമായിരുന്ന ഒരു കുഞ്ഞിനെ ജനിക്കുമ്പോൾ തടസ്സമായിരിക്കുന്ന യാതൊരു കൃപയുടെ തടസ്സവും പിതാവായ ദൈവം ഈ
മകൾക്ക് മാത്രം അനുവദിച്ചില്ല. കാരണം ഒന്നേ ഉള്ളൂ, അത് അനാദിയിലെ ദൈവ നിശ്ചയമായിരുന്നു. എന്താണ് നിശ്ചയം? നിശ്ചയം ഇത്രയേ ഉള്ളൂ, ലോകത്തിൻ്റെ സൃഷ്ടാവായ തൻ്റെ പ്രിയപ്പെട്ട മകൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ പാപമില്ലാത്തവൻ ഈ ഭൂമിയിൽ ജനിക്കണമെങ്കിൽ പാപമില്ലാത്ത ഒരു ഉദരവും ജീവിതവും ആവശ്യമാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു. പാപത്തിൻ്റെ മാലിന്യമുള്ള ഒരു ശരീരത്തിലേക്ക് പാപമില്ലാത്തവനെ പിറന്നു വീഴുക അത്ര എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് സഭയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന മക്കളെ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. വിശുദ്ധ പൗലോസ്ലിയ കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിൽ മനോഹരമായി പറഞ്ഞു വെക്കുന്നുണ്ട്, അയോഗ്യതയോടുകൂടി എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഏറ്റുവാങ്ങുന്നത്. നിങ്ങളിൽ പലരും മരിച്ചു പോയതിനും പലരും രോഗികളായിരുന്നതിനും പലരും ദുർബലരായിരിക്കുന്നതിനും കാരണം ഈ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ മനോഹരമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. കാരണം ഈശോയ്ക്ക് പരിശുദ്ധിയുടെ നിറകുടത്തിന് പിറന്നു വീഴണമെങ്കിൽ പരിശുദ്ധമായ ഒരു ഇടം ആവശ്യമാണ്. പരിശുദ്ധിയുടെ പൂർണ്ണതയ്ക്ക് പിറന്നു വീഴണമെങ്കിൽ പരിശുദ്ധമായ ഒരു ഇടം ആവശ്യമാണ്. ഒരു പക്ഷേ പരിശുദ്ധ അമ്മ മാതാവ് സത്രങ്ങൾ കയറി മുട്ടി വിളിച്ചപ്പോൾ ആട്ടിപ്പായച്ച് ഇറക്കി വിട്ടപ്പോൾ മറിയം വേദനിച്ചെങ്കിലും പിതാവായ ദൈവം തിരിച്ചറിയുകയാണ് ആ സത്രത്തിൽ പരിശുദ്ധിയില്ലെന്നുള്ളത്. സ്വാസ്ഥതയും ധാർഷ്ട്യവും മനസ്സ് മുഴുവൻ കളങ്കവും ഇരിക്കുന്ന ഈ സത്രത്തിൻ്റെ അശുദ്ധിയിൽ എങ്ങനെയാണ് ഒരു ദൈവത്തിന് പിറന്നു വീഴാൻ കഴിയുക? ഈ ഭൂമിയിൽ ഒരു സ്ത്രീയെ പരിശുദ്ധിയുടെ ഇടമാക്കി മാറ്റിവെച്ച ദൈവം വസിച്ച ഇടത്തിന് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുവാനും ഒരു പരിശുദ്ധമായ ഇടം വേണം. അതുകൊണ്ടായിരിക്കാം കാലികൾ പുല്ലു തിന്നുന്ന പുൽത്തൊട്ടിയിലെ പരിശുദ്ധിയിലേക്ക്, ഭക്ഷണമേശയിലേക്ക് ദൈവകുമാരൻ പിറന്നു വീഴാനുള്ള കാരണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ അമലോത്ഭവ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഇത്രയേ ഉള്ളൂ, പരിശുദ്ധിയുള്ളിടത്തൊക്കെ ദൈവ സാന്നിധ്യം ഉണ്ടാകും. ഇനി അമലോത്ഭവം, ജന്മ പാപമില്ലാതെ ഈ മറിയം ഭൂമിയിലേക്ക് പിറന്നു എന്നത് ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ്, ഒരു ഗിഫ്റ്റാണ്, ഒരു വലിയ ദാനമാണ്. എന്നാൽ കർമ്മപാപമില്ലാതെ അവൾ ദൈവത്തെ വളർത്തി എന്നത് അവൾ ലോകത്തോടും സ്വർഗത്തോടും ഏറ്റെടുത്ത വെല്ലുവിളിയാണ്. അതാണ് അവളെ ഈ പരിശുദ്ധിയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും മറക്കരുതാത്തതുമായ യാഥാർത്ഥ്യം ഇതാണ്. ജന്മപാപമില്ലാതെ ഭൂമിയിലേക്ക് പിറക്കുക എന്നത് സ്വർഗത്തിൻ്റെ കൃപയാണെങ്കിൽ കർമ്മപാപമില്ലാതെ പാപമില്ലാത്തവന് വേണ്ടി ജീവിച്ചു മരിക്കുക എന്നത് അവൾ നേടിയെടുത്ത, അവൾ അധ്വാനിച്ചെടുത്ത, അവൾ വെല്ലുവിളിയോടെ സ്വന്തമാക്കിയ വലിയൊരു സ്വർഗത്തിൻ്റെ ദാനമാണ്. ഇനി എങ്ങനെയാണ് ഈ പരിശുദ്ധിയെ മറിയം കാത്തു സൂക്ഷിച്ചത്? അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഞാനും നിങ്ങളുമൊക്കെ പാപം ചെയ്യാൻ കാരണങ്ങളേറെയാണ്. ഒരു കന്യക അകാലത്തിൽ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടവളാണ് മറിയം, നമുക്കറിയാം. ദേവാലയത്തിൻ്റെ പരിശുദ്ധിയിൽ വളർന്നു വന്നവളാണ് മറിയം എന്ന് നമുക്കറിയാം. ആ ദേവാലയത്തിൻ്റെ പരിശുദ്ധിയിൽ അകാലത്തിൽ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട വേദനകൾ പേറി ഒരു ജീവിത പങ്കാളിക്ക് പോലും സ്വപ്നം കാണാതെ തൻ്റെ ശരീരത്തെ ഒരു വിവാഹം കൊണ്ട് പോലും അശുദ്ധമാക്കാൻ ആഗ്രഹിക്കാതെ വിശുദ്ധിയോടെ ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിച്ച പെണ്ണിൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗം കൊടുത്തൊരു ദുരന്തമായിരുന്നു വിവാഹത്തിന് വേണ്ടി അവൾ ഒരുക്കുക എന്നുള്ളത്. മനസ്സില്ല മനസ്സോടെ ഈ പരിശുദ്ധി നഷ്ടപ്പെടുമോ എന്ന വേദനയോടുകൂടി മറിയം വിവാഹത്തിന് സമ്മതിക്കുക. അങ്ങനെ ഇരിക്കുകയാണ് വിവാഹം ആലോചിച്ച് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന പെണ്ണിൻ്റെ ജീവിതത്തിലേക്കാണ് അടുത്ത ദുരന്തം അയക്കുക. എന്താ ദുരന്തം? മോളെ, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കാൻ പോവുക. വെറുതെയുള്ള മോളെ എന്നല്ല, കൃപ നിറഞ്ഞവളെ. മറിയമേ, കൃപ നിറഞ്ഞവളെ, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കാൻ പോവുക. ഒരു സാധാരണ പെൺകുട്ടി, നമ്മൾ ഈ പരിശുദ്ധ അമ്മയെ വലിയ പെണ്ണൊക്കെ ആയിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ആഴവും അർത്ഥവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാതെ പോകുന്നത്. നമ്മുടെയൊക്കെ രൂപക്കൂട്ടിലിരിക്കുന്ന മറിയത്തിൻ്റെ വലിയ സ്വരൂപമാണ് നമ്മളിങ്ങനെ മനസ്സിലേക്ക് ഓടിയെത്തുക. ആ വലിയൊരു പെണ്ണിനോടാണല്ലോ ദൂതൻ വന്ന് പറഞ്ഞത്, മോളെ നീ ഗർഭം ധരിക്കാം. അല്ല, നമ്മുടെ 13 വയസ്സുള്ള നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞിൻ്റെ അരികിൽ വന്നിട്ട് ദൂതൻ വന്ന് പറയുകയാണ്, മോളെ നീ ഗർഭം ധരിക്കാൻ പോവുക. എന്താണ് ഗർഭമെന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടം, ഗർഭത്തെക്കുറിച്ചുള്ള യാതൊരു ജ്ഞാനവുമില്ലാത്തൊരു പെണ്ണ്, അമ്മയിൽ നിന്ന് പോലും ഗർഭത്തെക്കുറിച്ച് പറഞ്ഞ് കേട്ടുകേൾവിയില്ലാത്തൊരു പെണ്ണ്, ദേവാലയത്തിൻ്റെ പരിശുദ്ധിയിൽ ഗർഭത്തെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിച്ചൊരു പെണ്ണ്, ആ 13 വയസ്സുള്ള ലോകജ്ഞാനമില്ലാത്ത പരിശുദ്ധാത്മാവിൻ്റെ കൃപ മാത്രമുള്ള ഈ പെൺകുട്ടിയോട് സ്വർഗം പറയാണ്, നീ ഗർഭം ധരിക്കാൻ പോവുകയാണ്. അതത്ര എളുപ്പമല്ല.
ഈ വാർത്ത കേൾക്കുക എന്നുള്ളത്. പക്ഷേ ഈ പെൺകുട്ടി മറുചോദ്യങ്ങളില്ലാതെ ഒറ്റ ചോദ്യത്തിൽ അവളുടെ ജീവിതം അവസാനിക്കുകയാണ്. പിന്നീട് ഒരിക്കലും ഈ മറിയം ചോദ്യം ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഒറ്റ ചോദ്യമുള്ളൂ, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? സ്വർഗം പറഞ്ഞു, ആത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കും, അപ്പോൾ നിനക്ക് സ്വർഗത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ലഭിക്കും. ഒരു വേള ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ ഈ സ്വപ്നത്തെ മിഥ്യയെന്ന് കരുതി മാറ്റി നിർത്താമായിരുന്നു. കാരണം എന്താണ്? എൻ്റെ സുഖ സൗകര്യങ്ങളുടെ, എൻ്റെ സമൃദ്ധിയുടെ നടുവിലേക്കാണ് ഒരു ദുരന്ത വാർത്ത വരിക. ഒരു വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്നറിഞ്ഞാൽ കാലഘട്ടം അവളെ വിളിക്കും വേശ്യയെന്ന്. വേശ്യയ്ക്ക് കിട്ടേണ്ട ശിക്ഷ നഗ്നയായി കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട ശിക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മറിയത്തിനറിയാം, ഈ 13 വയസ്സുള്ള പെൺകുട്ടിക്കറിയാം, ഒരു പുരുഷനറിയാതെ. അതും വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്ന ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ആലോചന ചോദിക്കാതെ ഞാൻ ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നാട് എന്നെ വേശ്യ എന്ന് മുദ്രകുത്തും. നാളെ ഇന്ന് വരെ പരിശുദ്ധിയായി ജീവിച്ച ഞാൻ നാളെ അശുദ്ധിയാക്കപ്പെടും. ഓക്കെ, വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലാണ്, പാപത്തിൻ്റെ വലിയ കുഴിയുടെ വക്കത്ത് നിൽക്കുന്ന മറിയമാണ് സ്വർഗത്തെ നോക്കി ആമേൻ ഉത്തരം കൊടുത്തത്. പാപം ചെയ്യാൻ കാരണങ്ങളേറെയായിരുന്നു, പക്ഷേ അവൾ കൃപ നിറഞ്ഞവളാണ്. എന്താ പ്രിയപ്പെട്ടവർ കൃപ എന്നൊക്കെ പറഞ്ഞാൽ? നമ്മളൊക്കെ വിചാരിക്കുന്ന കൃപ എന്താണ്? നമുക്ക് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുക. അതാണ് നമ്മൾ പറയാറില്ലേ, ആ വീട് എന്തൊരു കൃപയുള്ളതാണ്, കാരണം വലിയ പണക്കാരാണ്, വണ്ടികളുണ്ട്, ജോലികളുണ്ട്, അവിടെ ആർക്കും ഒരു കുഴപ്പമില്ല, എന്തൊരു കൃപയാണെന്നാണ് പറയാം. എന്നാൽ മറിയത്തെ കൃപ നിറഞ്ഞവളെ, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും കൃപ നിറഞ്ഞവളെ, കാരണം ഒന്നേ ഉള്ളൂ, പാപത്തിൻ്റെ സാധ്യതകളെ അവൾ ദൈവകൃപയാക്കി മാറ്റുകയാണ്. പാപത്തിൻ്റെ സാധ്യതകളെ അവൾ ദൈവത്തിൻ്റെ കൃപയാക്കി മാറ്റുകയാണ്. കാരണം അവൾ ഉത്ഭവത്താൽ ദൈവത്തിൻ്റെ മകളാണ്, ഒരു ദൈവത്തെ ജനിക്കാൻ മാറ്റിവെച്ച ഉദരമാണ്. അതുകൊണ്ട് തന്നെ ദൈവകൃപയുള്ളൊരു മനുഷ്യന് പാപത്തിൻ്റെ യാതൊരു കെട്ടുകളും അവളെ തളർത്തിക്കളയില്ലെന്ന് മറിയം നമ്മളെ ബോധിപ്പിടിക്കുക. വീണ്ടും നോക്കിയേ, ഈ മറിയം 14-ാമത്തെ വയസ്സിൽ തൻ്റെ പൂർണ്ണ ഗർഭത്തിൽ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ പെറ്റിടാൻ വേണ്ടി ഒരു ഇടം കേടി ഓടി നടക്കുമ്പോൾ ആട്ടിപ്പായ്ക്കുന്ന ഒരുപറ്റം ജനത്തിൻ്റെ മുമ്പിൽ നിരാശയുടെ പടുകുഴിയിലേക്ക് ഈ 14 വയസ്സുള്ള പെൺകുട്ടിക്ക് പോകാമായിരുന്നു. കാരണം എന്താണ്? അമ്മയും അപ്പനുമില്ലാത്ത പെൺകുട്ടിയാ, ഒരു സങ്കടം പറയാൻ ആരുമില്ല, തെറി പറയാനും വഴക്കുണ്ടാക്കാനും കുറ്റപ്പെടുത്താനും ഈ ജീവിതം മടുത്തു പോകാനും കാരണങ്ങളേറെയായിരുന്നു. പക്ഷേ മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കാരണം അവൾ കൃപ നിറഞ്ഞവളാണ്, ജന്മന ദൈവത്തിൻ്റെ കൃപ തടസ്സമില്ലാത്തവളാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് ആ അസ്വസ്ഥതകളെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റി. അങ്ങനെ ഒരു പാവപ്പെട്ട പെൺകുട്ടി മരം കോച്ചുന്ന തണുപ്പത്ത മരവിച്ച ശരീരവും മനസ്സുമായി തൻ്റെ പ്രിയപ്പെട്ട മകനെ ഒരു കാലിത്തൊഴുത്തിലെ പിള്ളക്കച്ചയിലേക്ക് പെറ്റിട്ടപ്പോൾ എന്തൊരു ഗതികെട്ടൊരമ്മയായിരുന്നത്. പക്ഷേ അവൾ സ്വർഗത്തെ നോക്കി വീണ്ടും പറഞ്ഞു, അപ്പാ നിന്റെ ഇഷ്ടം. കൃപയുടെ പൂർണ്ണതയിലേക്ക് മറിയം വളരുകയായിരുന്നു. കൃപയുടെ പൂർണ്ണതയിലേക്ക് മറിയം വളരുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെയും തീർന്നില്ലല്ലോ. തൻ്റെ പ്രിയപ്പെട്ട മകൻ ജനിച്ചതിൻ്റെ പേരിൽ 2 വയസ്സിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയാൻ കൽപ്പനയുണ്ടായപ്പോൾ തൻ്റെ പ്രസവത്തെ ലോകം ഇത്രമേൽ നീചമായി കാണുന്ന ഗതികെട്ടൊരു പെൺകുട്ടി, താൻ പെറ്റതിൻ്റെ പേരിൽ 2 വയസ്സിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെല്ലാം കൊല ചെയ്യപ്പെടുമ്പോൾ എത്രയോ അമ്മമാരുടെ ചങ്ക് പൊട്ടുന്ന വേദന മനസ്സിൽ ഒരു വാൾമുന പോലെ കടന്നുപോയൊരു പെൺകുട്ടിയാണ്. അപ്പോഴും അവൾക്ക് ദൈവത്തെ ശപിക്കാമായിരുന്നു. ശരിയല്ലേ? അവൾക്ക് ദൈവത്തെ ശപിക്കാമായിരുന്നു. ദൈവമേ, എന്തൊരു ഗതികെട്ടൊരു പെണ്ണാണ്, അമ്മയാണ് ഞാൻ പറയാമായിരുന്നു. പക്ഷേ അവൾ സ്വർഗത്തെ നോക്കി പറഞ്ഞു, അപ്പാ നിന്റെ ഹിതം ഈ ചോരക്കുഞ്ഞിനെ ഞാൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണെങ്കിൽ, നിന്റെ ഹിതം ഈ ചോരക്കുഞ്ഞിനെ വലുതാക്കി ലോകത്തിൻ്റെ രക്ഷകനാക്കി മാറ്റുകയാണെങ്കിൽ ഇതാ അതുപോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ മരം കൊച്ചുന്നു തണുപ്പത്ത് തൻ്റെ പ്രിയപ്പെട്ട മകനെ ചങ്കോട് ചത്തുവെച്ചിട്ട് ഈ മറിയവും യോസേപ്പ് പിതാവും കാതങ്ങൾ നടന്നുപോയി ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തേണ്ടി വന്നപ്പോഴും അവൾ സ്വർഗത്തെ നോക്കി പറഞ്ഞു, ആമേൻ. കൃപയുടെ പൂർണ്ണതയാണ് മറിയം. ജന്മപാപം കൊണ്ടും കർമ്മപാപം കൊണ്ടും
യാതൊരു പാപത്തിൻ്റെ സാധ്യതകളെയും ശരീരത്തോടും മനസ്സിനോടും അടുപ്പിക്കാത്തൊരു പെൺകുട്ടി. ആണ് കൃപ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെയും തീർന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട മകനെ വളർത്തി വലുതാക്കി എല്ലാവർക്കും പ്രിയപ്പെട്ടതാക്കി മാറ്റി. എന്നിട്ടോ കാൽവരിയിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു രംഗമുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട മകനെ തലങ്ങും വിലങ്ങും തല്ലിച്ചതച്ച് കഴുകന്മാർ ശവം കൊത്തി തിന്നുന്നത് പോലെ ഈ മകൻ്റെ ഘാതകർ തൻ്റെ മകൻ്റെ ശരീരത്തെ കൊത്തിപ്പറിച്ചെടുക്കുമ്പോൾ ഈ അമ്മയ്ക്ക് തകർന്ന് തരിപ്പണമാകാമായിരുന്നു. ജീവിതം മടുത്തു പോകാമായിരുന്നു. നിരാശയിലേക്ക് കൂപ്പുകുത്താമായിരുന്നു. ദൈവത്തെ തെറി പറയാമായിരുന്നു. കൂടെയുള്ളവരെ അധിക്ഷേപിക്കാമായിരുന്നു. പക്ഷേ അവിടെയും മറിയം കാണിച്ചു തന്നു, ഞാൻ കൃപയുടെ നിറകുടമാണ്. ശാന്തതയോടെ തൻ്റെ മകനെ തല്ലിക്കൊല്ലുന്നത് കണ്ടു നിൽക്കുന്നപ്പോഴും സ്വർഗത്തെ നോക്കി ആമേൻ പറയാനുള്ള ചങ്കൂറ്റം സ്വരൂപിച്ചവളാണ് മറിയം. ഇതാണ് മറിയത്തിൻ്റെ വലിപ്പം. ഇനിയോ ആ കുരിശിൽ നിറക്കി മാതാവിൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഏതൊരമ്മയ്ക്കാണ് പ്രിയപ്പെട്ടവരെ അതിനൊന്ന് മാറോട് ചേർക്കാൻ പറ്റുക? 6 അടി മുറിവെന്നാണ് ചരിത്രം വിശേഷിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ 6 അടി നീളമുള്ള മനുഷ്യനാണ് ഈശോ. ആ നീളം മുഴുവൻ ചോരയാൽ കുളിച്ചു കിടക്കുക. 6 അടിയോളം മുറിവുകൾ മാത്രമുള്ള വ്രണം പോലെ തൻ്റെ ശരീരമായിരിക്കുന്ന, ജനിച്ചതിനേക്കാൾ കടയായൊരു ചോരക്കുഞ്ഞായി കിടക്കുന്ന, ഉടുതുണിക്ക് പോലും വകയില്ലാതെ കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട മകനെ മാറോട് ചേർത്ത് വെച്ച് ഒരു ഉമ്മ കൊടുക്കുമ്പോൾ തകർന്നു പോകുന്ന ഒരു പെണ്ണായിരുന്നു മറിയം. അതിനേക്കാൾ അപ്പുറത്താണ് ലോകരക്ഷകനായ തൻ്റെ പ്രിയപ്പെട്ട മകനെ അടക്കം ചെയ്യാനൊരു കല്ലറയില്ലാതെ ഗതികെട്ടു നിൽക്കുന്ന മറിയം സ്വർഗത്തെ നോക്കി പറഞ്ഞു, അപ്പാ നിന്റെ ഇഷ്ടം മാത്രം നിറവേറട്ടെ. കാരണം ഒന്നേ ഉള്ളൂ, അവൾ പരിശുദ്ധിയുടെ നിറകുടമായിരുന്നു. ഈ അമലോത്ഭവ തിരുനാള് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സത്യം ഇതാണ്. എന്താണ്? ജീവിതത്തിൽ പരിശുദ്ധി ഉണ്ടെങ്കിൽ മറ്റൊരു യാഥാർത്ഥ്യങ്ങളും നമ്മളെ തകർക്കില്ലെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ ഒരു പ്രലോഭനങ്ങൾക്കും നമ്മൾ കീഴ്പ്പെട്ടു പോകില്ലെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ജീവിതത്തിൽ പരിശുദ്ധി ഉണ്ടെങ്കിൽ നിന്നെ സഹായിക്കാൻ സ്വർഗത്തിൻ്റെ ദൂതന്മാരെ ദൈവം നിനക്കായി അയക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ആ ഓർമ്മപ്പെടുത്തലാണ് നമുക്കിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നില്ലേ, കുറേയൊക്കെ അടിച്ചുപൊളി ജീവിച്ചാൽ പോരെ? എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഉത്തരം കിട്ടണമെങ്കിൽ പരിശുദ്ധി ഉണ്ടാകണമെന്ന് മറിയം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണല്ലോ ഈശോനാഥനും കാൽവരിക്കുരിശിൽ എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ സ്വർഗത്തെ നോക്കി പറഞ്ഞത്, അപ്പാ അവിടുത്തെ ഹിതം മാത്രം നിറവേറട്ടെ. എല്ലാം പൂർത്തിയാക്കിയ മകൻ അപ്പൻ്റെ അരികിലേക്ക് വരികയാണ്. തൻ്റെ വിലാവിലേക്ക് കുന്തം കൊണ്ട് കുത്തിയിറക്കിയപ്പോഴും തകർന്ന് തരിപ്പണമായപ്പോഴും ചോരവാർന്ന് പ്രാർത്ഥിച്ചപ്പോഴും ഒക്കെ ഈ മകൻ്റെ നാവിൽ ഒറ്റ സ്വരമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പാ നിന്റെ ഇഷ്ടം മാത്രം. കാരണം പരിശുദ്ധിയുടെ നിറകുടത്തിന് ഒരു പാപവും ഏൽക്കില്ലെന്നുള്ള യാഥാർത്ഥ്യം. നമ്മളിങ്ങനെ ഇന്ന് നെട്ടോട്ടം ഓടുന്നൊരു കാലഘട്ടത്തിൽ എന്താണ്? അവിടെ കൂടോത്രം, ഇവിടെ കൂടോത്രം, അവിടെ പിശാച്, ഇവിടെ പിശാച്, വീട് അങ്ങോട്ടിരുന്ന പ്രശ്നം, വീട് ഇങ്ങോട്ടിരുന്ന പ്രശ്നം. പ്രശ്നം ആരംഭിക്കുന്നത് എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിലാണ് പ്രിയപ്പെട്ടവരെ. ഇല്ലായിരുന്നെങ്കിൽ ഈ മറിയം എന്തോരം വലിയ പിശാചിൻ്റെ പിടിയിൽ അമർന്ന ഒരു പെണ്ണാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വർഗം ഇങ്ങനെ കൃപ കൊടുക്കുന്ന അനുഗ്രഹമാണെങ്കിൽ, ചോദിക്കുന്നെല്ലാം ഉത്തരം കൊടുക്കുന്നതാണെങ്കിൽ, സമ്പത്ത് കൊടുക്കുന്നതാണെങ്കിൽ, ആരോഗ്യം കൊടുക്കുന്നതാണെങ്കിൽ, വീട് കൊടുക്കുന്നതാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ കൊടുക്കുന്നതാണെങ്കിൽ, മറിയം എന്തൊരു ഗതികെട്ടൊരു പെണ്ണാണ്. വീടില്ല, നാടില്ല, പ്രിയപ്പെട്ടവരില്ല, സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല. പ്രിയപ്പെട്ട മകൻ പോലും മരിച്ചു കിടക്കേണ്ട ഗതികെട്ട പെണ്ണിന് എന്തൊരു പ്രിയപ്പെട്ടതാണുള്ളത്? ഒരു പ്രിയപ്പെട്ടതുമില്ല. ഒരു അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റും ഈ മറിയത്തിനില്ല. പക്ഷേ അവൾക്കൊരു ലിസ്റ്റുണ്ടായിരുന്നു, പരിശുദ്ധിയുടെ. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ചങ്കൂറ്റത്തോടെ അപ്പാ ഞാൻ നിൻ്റെ മകളാണെന്ന് പറയാൻ കഴിയുന്ന പരിശുദ്ധിയുടെ ഒരു ലിസ്റ്റുണ്ടായിരുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പരിശുദ്ധിയുള്ളിടത്ത് ഒരു പിശാചിനും പ്രവേശിക്കാൻ കഴിയില്ല. പരിശുദ്ധിയുള്ളിടത്ത് ഒരു ജീവിതത്തിൻ്റെ പ്രതിസന്ധിയും നമ്മളെ നശിപ്പിച്ച് കളയില്ല. അത് ആരൊക്കെ വേർപെട്ട് പോയിക്കൊള്ളട്ടെ, ആരൊക്കെ ഒറ്റപ്പെടുത്തിക്കൊള്ളട്ടെ, ആരൊക്കെ നമ്മൾ നിന്ദിച്ചും പരിഹസിച്ചും ചാട്ടവാറ് കൊണ്ട് അടിച്ചും കൊന്നുകളഞ്ഞോട്ടെ. അതുകൊണ്ടല്ലേ വിശുദ്ധരുടെയൊക്കെ ജീവിതം നോക്കിയേ, ചാട്ടവാറ് കൊണ്ട് അടിക്കപ്പെടുമ്പോഴും, തലകീഴായി കൊല്ലപ്പെടുമ്പോഴും, കണ്ണ് ചൂഴ്ന്നെടുക്കുമ്പോഴും, തിടയ്ക്കുന്ന എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കുമ്പോഴും, കൈകാലുകൾ കെട്ടി മരത്തിൽ ആണികളാൽ തറയ്ക്കപ്പെടുമ്പോഴും ഒക്കെ പരിശുദ്ധിയുടെ നിറകുടമായിരുന്നത് കൊണ്ടാണ് അവർക്ക് സ്വർഗത്തെ നോക്കി ആമേൻ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടായത്.
അതുകൊണ്ടാണ് ആ ശരീരങ്ങളെ തിരുശേഷിപ്പെന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം. ഞാനും നിങ്ങളൊക്കെ മരിക്കും. അത് ചില അവശിഷ്ടങ്ങളായി ഒടുങ്ങിപ്പോകുമ്പോൾ തിരുശേഷിപ്പുകളാകാനുള്ള ഓർമ്മപ്പെടുത്തൽ മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ഇന്ന് നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം. ഈശോയുടെ ജന്മതിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെയും വിശുദ്ധ ഔസേപ്പിതാവിലൂടെയൊക്കെ നമ്മൾ സ്വന്തമാക്കി ഒത്തിരിയേറെ വിശുദ്ധിയുടെ പാഠപുസ്തകങ്ങളുണ്ട്. വെറുതെ ആഘോഷിച്ച് തീർക്കാൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ. ജീവിക്കുക അതൊരു വെല്ലുവിളിയാണ്. ഒരു നോമ്പെടുക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിനപ്പുറത്തേക്കുള്ള മനസ്സിൻ്റെ പരിവർത്തനങ്ങൾ ആരംഭിക്കുക അതൊരു വെല്ലുവിളിയാണ്. ദൈവത്തിന് ജന്മം കൊടുക്കാൻ എളുപ്പമാണ്, ആ ദൈവത്തെ വളർത്താൻ അത്ര എളുപ്പമല്ല. ആ ദൈവം വളരണമെങ്കിൽ പരിശുദ്ധമായ ഇടം ആവശ്യമാണ്, വിശുദ്ധിയുടെ ഇടം ആവശ്യമാണ്. അതുകൊണ്ട് മറിയം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധ അമ്മ മാതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധിയുള്ളിടത്ത് ദൈവം ഉണ്ടാകും. പരിശുദ്ധിയുള്ളിടത്ത് നിന്റെ ജീവിതത്തെ തകർക്കാൻ ഒരു തിന്മകൾക്കും കഴിയില്ല. അതേത് കഠോരമായ സങ്കടങ്ങൾ കടന്നു പോകുമ്പോഴും പരിശുദ്ധിയുണ്ടെങ്കിൽ നീ സ്വർഗത്തിൻ്റെ പ്രിയപ്പെട്ടതായി മാറും. മറിയം വിശുദ്ധ മറിയമായി മാറിയതുപോലെ, അമ്മ പരിശുദ്ധ അമ്മയായി മാറിയതുപോലെ നമ്മളും വിശുദ്ധരും വിശുദ്ധികളുമൊക്കെയായി മാറട്ടെ. അവശിഷ്ടങ്ങളാകാത്ത തിരുശേഷിപ്പുകളായി മാറാൻ കഴിയട്ടെ. ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും നേരുന്നു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ഈ ജന്മ തിരുനാൾ സ്വർഗത്തിൻ്റെ പ്രിയപ്പെട്ടതായി നമുക്ക് മാറട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവനാരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവനാരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന
പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണീശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഞങ്ങളെല്ലാം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണീശോനാഥന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീര് തുടച്ചു മാറ്റും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല, പഴയതെല്ലാം കടന്നു പോകുന്നു. ഓ ദൈവമേ, എന്തൊരു സ്നേഹമാണിത്! ദൈവമായിരുന്നിട്ടും ദൈവത്തിൻ്റെ സമാനതകൾ വേണ്ടെന്ന് വെച്ച് മനുഷ്യനായ അവൻ്റെ രൂപവും ഭാവവും ധരിച്ച് അവനോടൊപ്പം ചിരിച്ചും കളിച്ചും കരഞ്ഞും ഒടുവിൽ അവന് വേണ്ടി മരിച്ച് ഉദ്ധാനം ചെയ്തൊരു ദിവ്യകാരുണ്യമായി, ഒരപ്പമായി ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന യേശുനാഥ, ഈ സ്നേഹത്തെ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ലല്ലോ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടുന്ന് നമ്മളോട് കാണിക്കുക. ഓ ദൈവമേ, ഈ ഭൂമിയിലെ ഏകസത്യമായ അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ സർവ്വതും സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ വേദനകളെയും സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം ഈ അൾത്താരയിലേക്ക് ഞങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല, പഴയതെല്ലാം കടന്നു പോകുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് സങ്കടങ്ങളും വേദനകളും നിരാശകളും തകർന്ന ജീവിത ബന്ധങ്ങളുമെല്ലാം എടുത്തുമാറ്റി വിശുദ്ധീകരിക്കുവാൻ ഒരു കൂടാരമായി സ്വർഗം ഞങ്ങളുടെ ഇടയിൽ തന്ന ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കട്ടെ. നമ്മുടെ മനസ്സിനെ ദൈവത്തിലേക്ക് ഉയർത്താം, നമ്മുടെ ചിന്തകളെ ദൈവത്തിലേക്ക് സമർപ്പിക്കാം, നമ്മുടെ വികാര വിചാരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് മനസ്സ് നിറയെ നന്ദിയുള്ള ഹൃദയവുമായി നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മോശ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളെയും കർത്താവിൻ്റെ മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്കൊരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരുകള്, ഞങ്ങളുടെ സങ്കടങ്ങള്, വേദനകളെല്ലാം അങ്ങ് കുപ്പിയിൽ ശേഖരിക്കുന്നുണ്ടല്ലോ. കർത്താവേ, എത്രയോ വലിയ കാരുണ്യമാണ്, കരുതലാണ് അവിടുന്ന് ഞങ്ങളോട് കാണിക്കുക. ഞങ്ങളുടെ കണ്ണുനീര് ഒപ്പിയെടുക്കുവാൻ, ഞങ്ങളുടെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കുവാൻ, ഞങ്ങളുടെ ദുരിതങ്ങൾ ഏറ്റെടുക്കുവാൻ ഒരപ്പമായി തീർന്ന ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ സകലതും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്ന ഈ മക്കളുടെ നിയോഗങ്ങളെ ചേർത്ത് വെക്കുന്നു, അവരുടെ കുടുംബത്തിന്റെ നിയോഗങ്ങളെ ചേർത്ത് വെക്കുന്നു, ഇവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ചേർത്ത് വെക്കുന്നു, തകർന്ന ജീവിത ബന്ധങ്ങളെ ചേർത്ത് വെക്കുന്നു. ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, സാമ്പത്തിക മേഖലകൾ, കടബാധ്യതകൾ, തിന്മയുടെ കെട്ടുകൾ, തിന്മയുടെ ബന്ധനങ്ങൾ, മദ്യവും മയക്കുമരുന്ന് അടിമപ്പെട്ടു പോയ മക്കൾ എല്ലാവരും ചേർത്ത് വെച്ച് ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആരുമില്ല യേശുവേ. നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആരുമില്ല യേശുവേ. ജീവനേ, സൗഖ്യമേ, അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ജീവനേ, സൗഖ്യമേ, ജീവനേ,
പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം 6-ാം തിരുവചനം. എങ്കിലും നമുക്കൊരു ദൈവമേ ഉള്ളൂ. ആരാണ് സർവ്വതും സൃഷ്ടിച്ചത്? ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്? ആ പിതാവ്. ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവ്വതുമുളവായത്? ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്? ആ യേശു ക്രിസ്തു. ഈ ഭൂമിയിലെ ഏക സത്യ ദൈവത്തിൻ്റെ മുമ്പിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളായിരിക്കുക. ഒരു ദൈവമേ ഉള്ളൂ. അതേക സത്യ ദൈവമായ യേശു ക്രിസ്തുവാണ്. ഒരു കർത്താവും നാഥനുമേ ഉള്ളൂ. അതാണ് ഈ ദിവ്യകാരുണ്യനാഥൻ, ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ മരണത്തിൽ ആകാശവും ഭൂമിയും പാതാളവും ഒരുപോലെ വിറങ്ങലിച്ചുവെങ്കിൽ, സൂര്യൻ മറഞ്ഞുപോയി, ചന്ദ്രൻ പ്രകാശം കെടുത്തിക്കളഞ്ഞു, ആകാശശക്തികൾ ഇളകിയെങ്കിൽ അതൊരു മനുഷ്യന്റെ മാത്രം മരണത്തിലാണ്. ദേവാലയത്തിൽ തിരശ്ശീല 2 കീറിപ്പോയെങ്കിൽ അതൊരു മനുഷ്യന്റെ മാത്രം മരണത്തിലാണ്. ഉടയവൻ ഉടഞ്ഞാൽ ഉലകം വിറയ്ക്കാതിരിക്കില്ലെന്ന് നിശ്ചയമാണ്. ഉടയവൻ ഉടഞ്ഞാൽ ഉലകം വിറയ്ക്കാതിരിക്കില്ലെന്ന് നിശ്ചയമാണ്. ഈ ഉടയവൻ മരിച്ചപ്പോൾ ആകാശവും ഭൂമിയും പാതാളവും ഒരുപോലെ വിറങ്ങലിച്ചല്ലേ? ദേവാലയത്തിലെ തിരശ്ശീല 2 കീറിപ്പോയില്ലേ? പാറ വിളർന്നില്ലേ? പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടില്ലേ? സൂര്യനും ചന്ദ്രനും പ്രകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? ഉടയവൻ ഉടഞ്ഞാൽ ഉലകം കുലുങ്ങാതിരിക്കില്ലെന്ന നിശ്ചയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഉടയവന്റെ മുമ്പിലാണ്. എന്നാൽ നോക്കിയേ, മനുഷ്യൻ കാവൽ നിന്ന് മനുഷ്യരാൽ ഉരുട്ടി മാറ്റപ്പെടാൻ കഴിയാത്ത കല്ലുരുട്ടി മാറ്റി ഒരു മനുഷ്യന്റെ മൃതശരീരം ഉടലോട് ഉയർത്തിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമാണ്, അത് ഉടയവനാണ്. പടയാളികൾ കാവൽ നിന്ന് മനുഷ്യനാൽ ഉരുട്ടി മാറ്റപ്പെടാൻ കഴിയാത്ത കല്ലുരുട്ടി മാറ്റി ഒരു ശരീരം ഉടലോട് ഉയർത്തിട്ടുണ്ടെങ്കിൽ അത് ഉടയവനാണെന്ന്. ആ ഉടയവനാണ് നമ്മുടെ മുമ്പിൽ ദിവ്യകാരുണ്യമായിരിക്കുന്നത്. ഈ സ്നേഹത്തിലേക്കൊന്ന് ചേർന്നിരുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഉടയവനെ ഉദരത്തിൽ വഹിക്കണമെങ്കിൽ പരിശുദ്ധി ആവശ്യമാണെന്ന് പരിശുദ്ധ മറിയം നമ്മളെ പഠിപ്പിക്കുകയാണ്. ജന്മപാപത്തിന്റെ യാതൊരു കളങ്കവും വയ്ക്കാതെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ഏക വ്യക്തിത്വമാണ് പരിശുദ്ധ മറിയമെന്ന് നമുക്കറിയാം. കാരണം ഉടയവനെ ഉദരത്തിൽ വഹിക്കണമെങ്കിൽ അത് പരിശുദ്ധമായ ഉദരം ആവശ്യമാണെന്ന് മറിയം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ സ്നേഹത്തിൻ്റെ മുമ്പിലേക്ക്, ഈ കാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക്, ഈ കരുതലിൻ്റെ മുമ്പിലേക്ക്, കർത്താവേ, ഈ ഉടയവനെ വഹിക്കാൻ മാത്രം എൻ്റെ ശരീരത്തെയും പരിശുദ്ധിയുള്ളതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ശിരസ്സുകൾ നമിക്കാം. നമ്മുടെ ജീവിതങ്ങൾ പാപത്തിൻ്റെ കളങ്കമറ്റതാണ്. ജന്മപാപം കൊണ്ട് കൃപ നഷ്ടപ്പെട്ട മനുഷ്യരാണ്. കർമ്മപാപം കൊണ്ടും പൂർണ്ണ കൃപയും നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, ഈശോ എന്തോ ഒരു സാധ്യതകളാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക. വിശുദ്ധ കുമ്പസാരക്കൂട്ടിലൂടെ അവിടുന്ന് ഭരമേൽപ്പിച്ച പൗരോഹിത്യത്തിന്റെ അധികാരത്തോടെ ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ സ്വർഗത്തിൽ പാപമോചനം നടത്തുന്ന അതിശ്രേഷ്ഠമായ ഒരു വലിയ കൂദാശ നമുക്കായി ഒരുക്കപ്പെട്ടിട്ടില്ലേ? ആ കൂദാശയുടെ പരിശുദ്ധിയിലേക്ക് ഒന്ന് ചേർന്നിരിക്കുവാൻ, കർത്താവേ, പാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായി ജീവിക്കുവാൻ, ഈ ലോകത്തിൻ്റെ ഉടയവനെ ഉദരത്തെ വഹിക്കുന്ന ഭൂമിയിലെ നല്ല മനുഷ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപയേകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ പാടി ആരാധിക്കാം. ഈ പരിശുദ്ധിയിലേക്ക്, ഈ വിശുദ്ധിയിലേക്ക്, ഈ ജ്ഞാനത്തിലേക്ക്, ഈ സ്വർഗത്തിൻ്റെ അഭിഷേകത്തിലേക്ക് ഞങ്ങളെയും ഉയർത്തണമേ എന്ന്. പാപത്തിൻ കര നീ മായ്ക്കണമേ,
കൃപയേകിടേണമേ. നിത്യാഗ്നിയിൽ നിന്നും രക്ഷിക്കണേ. പാപത്തിൻ കറ നീ മായ്ക്കണമേ. പങ്കില ഹൃദയം നീ കഴുകണമേ. പശ്ചാത്തപിക്കുവാൻ കൃപയേകിടേണമേ. നിത്യാഗ്നിയിൽ നിന്നും രക്ഷിക്കണേ. 1 കൊരിന്തോസ് 3:16 തിരുവചനങ്ങൾ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരപ്പൻ മക്കളോട് നിന്നെ ഞാൻ നശിപ്പിക്കുമെന്ന് പറയുന്ന എപ്പോഴാണ്? അത്രമേൽ കഠോരമായ വേദന അപ്പൻ്റെ ചങ്കിലേക്ക് കുത്തിക്കയറുമ്പോഴാണ്. പലയാവർത്തി ക്ഷമിച്ചും സ്നേഹിച്ചും നോക്കി, ഒത്തിരിയേറെ എളിമപ്പെട്ടു നോക്കി, സ്വന്തം ജീവിതം പോലും സമർപ്പിച്ചു നോക്കി. എന്നിട്ടും ഒരു മകനും മകളും രക്ഷപ്പെടാതെ വരുമ്പോൾ അപ്പൻ്റെ അവസാനത്തെ വാക്കാണ്, നീ നശിച്ചു പോകും. അങ്ങനെയെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വളരെ ചുരുക്കം ചില വാചകങ്ങളിൽ ഒന്നാണ് ഇത്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെയാണ്. ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ പരിശുദ്ധിയെ എത്രയോ തവണയാണ് എൻ്റെ ഇഷ്ടങ്ങൾക്കും മോഹങ്ങൾക്കും വേണ്ടി ഞാൻ നശിപ്പിച്ചു കളഞ്ഞത്. പരിശുദ്ധ അമ്മയ്ക്ക് സാധ്യതകളേറെയായിരുന്നു. അവളുടെ ജീവിതം പാപഭംഗിലമാക്കാൻ കാരണങ്ങളേറെയായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും അവൾ അവളുടെ ദൈവത്തെ നൊമ്പരപ്പെടുത്തിയില്ല. അവൾ അവളുടെ സ്വാർത്ഥതയ്ക്കും ഇഷ്ടങ്ങൾക്കും മോഹങ്ങൾക്കും വേണ്ടി, പാപത്തിന് വേണ്ടി അവൾ ശരീരത്തെയോ മനസ്സിനെയോ വിട്ടുകൊടുത്തില്ല. അതുകൊണ്ടാണ് മരണത്തിനപ്പുറത്തേക്ക് ഭൂമിയിൽ ഉടലോടെ ഉയർത്ത രണ്ടാമത്തെ ആള് അത് പരിശുദ്ധ മറിയമാണ്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപത്തിൻ്റെ യാതൊരു മാലിന്യവും വെക്കാത്തൊരു ശരീരത്തെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കാൻ പറ്റുക? ദൈവമേ, ഇനിയൊരു ഉടലോടെ ഉയർക്കൽ എനിക്ക് സാധ്യമല്ലെന്നറിയാം. കാരണം ഞാൻ പാപത്തിൻ്റെ പിടിയിൽപ്പെട്ടതാണ്. പക്ഷേ ഒരാത്മാവിൻ്റെ ഉയർപ്പ് എനിക്കുമുണ്ട് ഈശോയെ. ഒരാത്മാവിൻ്റെ ഉയർപ്പ് എനിക്കുമുണ്ട് ഈശോയെ. പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്നിരുന്ന കള്ളൻ അനുദപിച്ച്, കർത്താവേ ഞാൻ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞപ്പോൾ മാറോട് ചേർത്ത് വെച്ച് സ്വർഗം സ്വന്തമാക്കി കൊടുത്ത കർത്താവേ, പാപം ചെയ്ത മനുഷ്യരെല്ലാം മാറോട് ചേർത്ത് വെച്ച് സ്നേഹിച്ച കർത്താവേ, ഒരാത്മാവിൻ്റെ രക്ഷ എനിക്കുമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ആ പരിശുദ്ധിയിലേക്ക് എന്നെയും വളർത്തണം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ്, എന്തൊരു സ്നേഹമാണ് ഈശോയ്ക്ക്. ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നു എന്നതിലല്ല, അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ട മകനെ ചങ്കുപറിച്ച് ഭൂമിയിലേക്ക് എനിക്കായി കൊല്ലാൻ വിട്ടു നൽകി എന്നതിലാണ് ദൈവസ്നേഹം. അതിനേക്കാൾ വലിയ സ്നേഹം എന്താണ്? പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവും പരിപാലകനുമായ ഒരപ്പൻ മക്കൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ കൊല്ലാൻ അനുവദിക്കുന്നു എന്നതാണ് ഈ ഭൂമിയിലെ മനോഹരമായ സ്നേഹം. ഈശോയെ, ആ സ്നേഹത്തിലേക്കാണല്ലോ നീ എന്നെ ചേർത്ത് പിടിക്കുന്നത്. ആ കരുതലിലേക്കും വാത്സല്യത്തിലേക്കുമാണല്ലോ നീ എന്നെ വീണ്ടും വീണ്ടും വിളിക്കുന്നത്. മക്കളെ, ഇതാ മുറിയപ്പെട്ടൻ്റെ ശരീരം സ്നേഹമായി നിങ്ങൾ ഭക്ഷിച്ചോ. ഏതൊരപ്പനാ തൻ്റെ മക്കൾക്ക് അപ്പമായിട്ടുള്ളത്? ഏതൊരമ്മയാ തൻ്റെ മക്കൾക്ക് അമ്മിഞ്ഞപ്പാലിനേക്കാൾ അപ്പുറത്തേക്ക് അന്നമായിട്ടുള്ളത്? എന്നാൽ ഈ ഭൂമിയിലെ ഏക കർത്താവ് തൻ്റെ മക്കൾക്ക് അപ്പമായി തീരുന്ന ദിവ്യകാരുണ്യ സ്നേഹത്തിൻ്റെ മുമ്പിലാണ്. ദൈവമേ, ഈ സ്നേഹത്തിൻ്റെ കരുതലിലേക്ക്,
ഈ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിലേക്ക് എന്നെയും ചേർത്ത് പിടിക്കണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കുറവുകളേറെയുണ്ട് നമുക്ക്, ബലഹീനരാണ് നമ്മൾ, സാരമില്ലെന്നേ. ക്ഷമിക്കുന്നൊരു അപ്പനുണ്ടെന്നേ, നമുക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നേ നമുക്ക്. മോളെ, നിനക്ക് ദാഹിക്കുന്നുവോ? അപ്പോൾ അവൾ പറഞ്ഞു, കർത്താവേ, ഞാൻ 7 പേരുടെ ഭാര്യയായിരുന്നു, ഇപ്പോൾ ഉള്ളത് എൻ്റെ ഭർത്താവല്ല, പിന്നെ ഞാൻ എങ്ങനെയാ നിന്റെ ജീവന്റെ ജലം കുടിക്കുക? ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മോളെ, ഞാൻ നിന്നോട് ആരുടെ ഭാര്യയായിരുന്നു എന്നല്ല ചോദിച്ചേ, നീ ഇപ്പോൾ എന്താണ് എന്നല്ല ചോദിച്ചേ, നീ എന്താകാൻ ആഗ്രഹിക്കുന്നു എന്നാ ഞാൻ ചോദിച്ചേ. അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് അരുളി ചെയ്ത തമ്പുരാന്റെ സ്നേഹമാണ് നീ ഇനി എന്താകാൻ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യം. നിനക്ക് നാളെ എന്താകാൻ ആഗ്രഹിക്കുന്നു? മോനെ, മോളെ, അവിടുത്തെ ജീവന്റെ ജലം കുടിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? അതെ അപ്പാ, അവിടുന്ന് നൽകുന്ന ജീവന്റെ ജലം കുടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സ്നേഹത്തിലേക്ക്, ഈ കരുതലിലേക്ക്, ഈ വാത്സല്യത്തിലേക്ക്, ഈ പരിശുദ്ധിയിലേക്ക് എന്നെയും ഉയർത്തണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എനിക്കായി മുറിഞ്ഞവനേ, എനിക്കായി തകർന്നവനേ, എനിക്കായി മരിച്ചവനേ, ഞാനങ്ങേ ആരാധിക്കാം. യേശുവേ, രക്ഷകാ, അങ്ങേയ്ക്കാരാധന. യേശുവേ, അങ്ങേയ്ക്കാരാധന. രക്ഷകാ, സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ഒത്തിരിയേറെ സങ്കടങ്ങളില്ലേ? ജീവിത പങ്കാളി, മാതാപിതാക്കൾ, മക്കൾ, നമ്മുടെ കൃഷിയിടങ്ങൾ, വളർത്തു മൃഗങ്ങൾ, ബിസിനസ് മേഖലകൾ, ജോലിയിടങ്ങൾ, സാമ്പത്തിക മേഖലകൾ, രോഗപീഠകൾ, എന്തു ആകട്ടെ, അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചേ. അതിനെക്കുറിച്ചെല്ലാം അറിയാവുന്ന യേശുവിൻ്റെ അമ്മയുണ്ട് കേട്ടോ. നമുക്ക് ഈ ഭൂമിയിൽ ഇത്രമാത്രം ശക്തമായി യേശുവിൻ്റെ അരികിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു അമ്മയുണ്ട് കേട്ടോ നമുക്ക്. അതുകൊണ്ടല്ലേ കാനായിലെ കല്യാണ വിരുന്നിൽ സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിച്ച അതേ മകൻ തന്നെ അവൾ പറയുന്നതെല്ലാം കേട്ടനുസരിച്ചത്. കാരണം ദൈവത്തിന് ജന്മം കൊടുക്കാൻ മാറ്റിവെച്ച മറിയം പറഞ്ഞാൽ തിരസ്കരിക്കാൻ ഈ ദൈവത്തിന് കഴിയില്ലത്രേ. അവളോട് പറഞ്ഞ് യാചിച്ച യാചനകൾക്ക് ഉത്തരം കൊടുക്കാതിരിക്കാൻ നമ്മുടെ കർത്താവിന് കഴിയില്ല. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപത്തിൻ്റെ മാലിന്യമില്ലാതെ ജീവിച്ചു ദൈവത്തിന് വേണ്ടി മരിച്ച് ഉടലോടെ ഉയർത്ത ഒരു അമ്മയുടെ യാചനകൾ നിരസിക്കാൻ അവൻ്റെ പ്രിയപ്പെട്ട മകന് കഴിയില്ലെന്ന് നമുക്ക് പറയാം. അമ്മയോട്, അമ്മ, ഞങ്ങൾക്ക് ഒത്തിരി കണ്ണുനീരുകളുണ്ട്, ഒത്തിരി സങ്കടങ്ങളുണ്ട്, ഒത്തിരി വേദനകളുണ്ട്. അമ്മയിലൂടെ നമ്മുടെ നിയോഗങ്ങളെ ഈശോയിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധിയിലോട് ചേർത്ത് വെച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെയും ചേർക്കണമേ എന്ന് അമ്മയോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, അമ്മയുടെ വലിയ സാന്നിധ്യം കൊണ്ട്, സ്നേഹം കൊണ്ട്, കരുതൽ കൊണ്ട് സ്വർഗത്തിൻ്റെ വലിയ കൃപ ഞങ്ങൾക്കും വാങ്ങിത്തരണമേ.
അമ്മേ മാതാവേ, എന്നു ഞാൻ ഈ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാൻ. ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ. അമ്മേ മാതാവേ, എന്നു ഞാൻ ഈ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാൻ. ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ. കരയുന്നതാരുമേ കാണാതിരിക്കുവാൻ കൈത്തലം കൊണ്ടു മറയ്ക്കവേ. കരയുന്നതാരുമേ കാണാതിരിക്കുവാൻ കൈത്തലം കൊണ്ടു മറയ്ക്കവേ. കുരിശിൻ്റെ പൂഞ്ചിറകേറി വന്നമ്മ സ്നേഹത്തൂവാല നൽകി. വേച്ചു വീഴാതെ താങ്ങേകുന്ന കൃപയുടെ വേലിക്കെട്ടാണു ശ്രീവായെന്ന് നെറുകയിൽ പൊന്നുമ്മ തന്നുകൊണ്ടമ്മ സ്വർഗീയ ജ്ഞാനമേകി. ഈശോയേ, നിന്റെ മാതാവിനെ ഞാൻ എന്തേറെ സ്നേഹിക്കുന്നു. സ്വർഗീയ യാത്രയിൽ കൂട്ടായിരിക്കുവാൻ അമ്മയെ തന്നല്ലോ നീ. അമ്മേ മാതാവേ, എന്നു ഞാൻ ഈ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാൻ. ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. 1.5 മണിക്കൂർ നേരം നമ്മളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. നമ്മുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും നമ്മുടെ നിയോഗങ്ങളെയും എല്ലാം ഒരിക്കൽ കൂടി ഈശോയുടെ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. ഈ ക്രിസ്തുമസ് കാലത്ത് കർത്താവിൻ്റെ ജനനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണം. ജനിച്ച ഈശോ നമ്മുടെ ഉള്ളിൽ വളരണം. അനേകായിരങ്ങൾക്ക് ഞാനൊരു ദൈവിക സാന്നിധ്യമായി മാറണം. പരിശുദ്ധമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സകല വിശുദ്ധരും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം. നമ്മുടെ നിയോഗങ്ങളോട് ചേർത്ത് വെച്ച് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.